എനിക്ക് തോന്നുന്നത് താങ്കൾ ഈ അവയവദാനത്തെ തട്ടിപ്പുകളെ കുറിച്ച് കുറെ കേസുകളൊക്കെ നടത്തിയിട്ടുള്ള ആളാ അല്ലേ? കേസ് നടത്തിയിട്ടില്ല. ഞാൻ ഇതിനെ കുറിച്ചിട്ട് 2016 മുതൽ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. എന്താ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ ഹൈക്കോടതിയിൽ? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ കോടതിയിലും കൊണ്ടുവരാത്തത്? കോടതിയിലേക്ക് പോകണം. പഠിച്ചതിൽ ഏറ്റവും മൃഗീയമായ സ്വഭാവമുള്ള കാര്യം എന്താ കേരളത്തിൽ? ഞാൻ 2016 ഈ മസ്തിഷ്ക മരണങ്ങളിലൂടെ അവയവദാനം നടക്കുന്നതിനെ കുറിച്ചിട്ട് പഠനം ആരംഭിച്ചത്. ഓക്കെ. അപ്പൊ പഠനം ആരംഭിക്കാൻ തന്നെ കാരണം 2016 കേരളത്തിൽ ഒരു മസ്തിഷ്ക മരണം നടന്നിരുന്നു. അതിന് 4 ദിവസം മുന്നേ എറണാകുളത്ത് ഒരു പ്രശസ്ത ആശുപത്രിയില് ഒരു അവയവം കാത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു പത്ര കട്ടിങ് വാർത്ത കണ്ടിരുന്നു. ഹൃദയം കാത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇത് ചിലപ്പോൾ അന്ന് റെഗുലറായിട്ട് മസ്തിഷ്ക മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ വർഷത്തിൽ 76 മസ്തിഷ്ക മരണം നടന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം ഒരു മസ്തിഷ്ക മരണം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു മസ്തിഷ്ക മരണം ഉണ്ടായി. ഞാനൊരു കൗതുകത്തിന് അതിനെ ആളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അതിനെ കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും ഒരു പ്രൊമോഷൻ കിട്ടുന്നത് നോക്കാൻ വേണ്ടി ഞാൻ അന്വേഷിച്ച സമയത്ത് ആ അവയവം ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൈനങ്ങളാണ് അന്ന് മരിച്ചതുകൊണ്ട്. അപ്പം അയാളുടെ അവയവങ്ങൾ ഏകദേശം ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് വേണ്ടി വന്നിട്ടുള്ള ചെലവ് 1,48,00,000 രൂപയാണ് വിവിധ ആശുപത്രികളിലായിട്ട് ഈടാക്കിയിരിക്കുന്ന ചെലവ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചത്. പിന്നീട് ഒരു 4 മസ്തിഷ്ക മരണങ്ങൾ ഒരു അടുത്ത 1-2-3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ നടന്നിരുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോസ്റ്റ് ഞാൻ എടുത്തു. കോസ്റ്റ് എടുത്ത സമയത്ത് ഓൾമോസ്റ്റ് 1 CR അവിടേക്ക് ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്നു. നോബൽ സാറിനൊക്കെ ആയിട്ട് ഞാൻ അന്ന് നേരിട്ട് പോയി കണ്ടിട്ടുള്ളതാണ്. DME-നായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അവർ പറഞ്ഞിരുന്നു ഇതിലൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നടക്കുന്നില്ല, ഇത് വളരെ സുതാര്യമായിട്ടാണ് നടക്കുന്നത്. KNOS ആണ് അന്ന്. KNOSൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇത് സുതാര്യമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിൽ കേരളത്തിൽ നടന്നിട്ടുള്ള മൊത്തം മസ്തിഷ്ക മരണങ്ങളുടെ കണക്കെടുത്തിട്ട് 2018 ഞാനിത് DME-നെ പോയി കണ്ടിരുന്നു. DME-നെ കണ്ടിട്ട് അന്ന് നോബൽ ഗിരീഷ് സാറും അവിടെ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് മീറ്റിംഗ് നടത്തിയിരുന്നത്. അന്ന് ഞാൻ ചോദിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് കേരളത്തിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏകദേശം 42 ആളുകളായിരുന്നു. ഈ 42 പേരിൽ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സർക്കാരിൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ കണക്കില്ല. അതാണ് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞത്. കാരണം അവയവദാനം, മസ്തിഷ്ക മരണം എല്ലാം വേണ്ടത് തന്നെയാണ്. ഒരാൾ അതിലൂടെ ജീവിക്കുന്നതൊക്കെ അത്യാവശ്യം തന്നെയാണ്. പക്ഷേ അത് എന്തിന് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. സർക്കാർ എന്തിനാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? ആളുകൾ രക്ഷപ്പെട്ട് ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആളുകൾ ജീവിച്ചിരിക്കാൻ വേണ്ടുന്ന ഒരു കണക്കും ആളുകളുടെ കയ്യിൽ, മീൻസ് സർക്കാരിന്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് ഞെട്ടിച്ചത്. ഇപ്പൊ ഞാൻ തന്നെ സ്വകാര്യമായിട്ട് ആദ്യം ഒരു വിവരാവകാശം വെച്ചു സർക്കാരിലേക്ക്. അപ്പൊ സർക്കാർ എനിക്ക് മറുപടി തന്നത് ഈ കണക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇത് അവരുടെ സ്വകാര്യതയെ ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇത് റെസിപ്പിയൻസിന്റെ സ്വകാര്യതയെ ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, പിറ്റേ ദിവസത്തെ പത്രത്തിൽ അവരെല്ലാ സ്വകാര്യതയും അവരെ ഫോട്ടോ വെച്ചിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. എനിക്ക് കണക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ മനോരമയിൽ പോയിട്ട് വേറെ വിവരാവകാശം കൂടി വെച്ചിട്ട് ഞാൻ ചോദിച്ചു, എനിക്കൊരു കാര്യം ചെയ്യും, മസ്തിഷ്ക മരണങ്ങൾ നടന്ന തീയതികൾ തരാൻ പറഞ്ഞു. അതിനവർ മറുപടി വന്നു. വെരി നെക്സ്റ്റ് ഡേയ്സിലെ മനോരമയിലെ ആർക്കൈവ്സിൽ പോയിട്ട് പിറ്റേ ദിവസം പത്രങ്ങൾ എടുത്തു. ഞാൻ കുറച്ച് ശ്രമകരമായിരുന്നു. അതെല്ലാം എടുത്തിട്ട് അതിലെല്ലാവരും ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് അതാത് സ്ഥലങ്ങളിൽ വിളിച്ച് അന്വേഷിച്ചു. എനിക്ക് കിട്ടിയിട്ടുള്ള അന്ന് ഞാൻ എടുത്ത കണക്ക് പ്രകാരം ഏകദേശം ഒരു 25ഓളം പേര് ജീവിച്ചിരിപ്പില്ല. തൃശ്ശൂർ ഒരാളൊക്കെ സൂയിസൈഡ്, അയാള് ഹാർട്ട് സ്വീകരിച്ചിട്ട് ഫർദർ ട്രീറ്റ്മെന്റ് പൈസ ഇല്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഇത്രയും വലിയ അന്വേഷണം ആഴത്തിൽ നടത്തുന്നതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്? ഒന്നുമില്ല, മനുഷ്യക്ഷേമ കാംക്ഷയാണോ? അത്രേ ഉള്ളൂ. സ്വകാര്യമായിട്ട് അത് അറിയാവുന്നതാണ്. അപ്പൊ നമുക്കിപ്പോ വേറെ ഒന്നുമില്ല. ഇതിൽ ഒരു കൗതുകം കൊണ്ടാണ് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി. കാരണം ഇത് സുതാര്യമാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് സുതാര്യമല്ല എന്നുള്ളതാണ് മനസ്സിലായത്. ഈ ഇദ്ദേഹം ഈ മസ്തിഷ്ക മരണത്തിനെ കുറിച്ച് മാത്രമാണോ സ്റ്റഡി നടത്തിയിട്ടുള്ളൂ, അതോ മറ്റേ ലൈവ് ഡൊണേഷനെ കുറിച്ചും സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? അന്ന് 2017 ആ കാലഘട്ടങ്ങളിൽ ലൈവ് ഡൊണേഷന് വേണ്ടിയിട്ട് പത്രങ്ങൾ പരസ്യം കൊടുക്കുമായിരുന്നു. മാതൃഭൂമിയിലൊക്കെ ക്ലാസിഫൈഡ് പരസ്യം കൊടുക്കും. എന്ന് പറഞ്ഞിട്ട് കിഡ്നി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പരസ്യം വെച്ചിട്ട് ഞാൻ വിളിച്ചു. അത് എറണാകുളത്ത് ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലെ ഒരു ഏജന്റിൻ്റെലേക്കാണ് കോള് ചെന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് കിഡ്നി കൊടുക്കാൻ താല്പര്യമുണ്ട്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങളുടെ മറ്റേ പാരൻസ് അതേമാതിരി നിങ്ങളുടെ വെൽ വിഷേഴ്സ്, ബന്ധുക്കൾ, ഇവരൊക്കെ കുറെ സമ്മതപത്രം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടുക ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് 5 ലക്ഷം രൂപയാണ് തരാമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്.
5 ലക്ഷം രൂപ എനിക്ക് കിട്ടും. അപ്പോൾ പിന്നീട് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവര് ഹോസ്പിറ്റലിൽ സാധാരണ വാങ്ങുന്നത് 15 മുതൽ 30 ലക്ഷം രൂപ വാങ്ങുന്നുണ്ട്. ഹോസ്പിറ്റലല്ല, റെസിപ്പിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 5 ലക്ഷം രൂപ ശരി, എനിക്ക് 5 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് അടുത്ത് ഓരോ സ്റ്റെപ്പിലേക്ക് പോയി. അവസാനം പിന്നീട് ഞാൻ അന്വേഷിച്ചു, ചിലപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു പോരാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഫർദർ സ്റ്റെപ്സിലേക്ക് എടുത്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.